താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ SK വസന്തനെ അനുമോദിച്ചു. തുടർന്ന് ഷൺമുഖൻ ആണ്ടലാട്ട് അനുസ്മരണവും സംഘടിപ്പിച്ചു. ദേവദാസ് ഒളിവിൽ പോയ കാലത്ത് ഒരാഴ്ച എടപ്പള്ളിയിൽ എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ഇതിങ്ങനെ പുറത്ത് പറയാണ്ടിരിക്കുക, പുറത്ത് പറയാനും പാടില്ല. അപ്പം ഞാനൊരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള വരാന്തയിലുള്ള ഒരു ചെറിയ മുറിയിൽ ഒരാളുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഇതാരായി വന്നിരിക്കണേന്ന്. ഒന്നും മിണ്ടിയില്ല. അപ്പം അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, അത് ഒരു വലിയ എഴുത്തുകാരനാണ്, അതേ ഇവിടെ വന്നിട്ടുള്ളതിനെ പറ്റി നീ ഒരാളോടും ഒന്നും പറയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഇത് സ്കൂളിൽ കൊണ്ടുപോയി ഒരു വലിയ എഴുത്തുകാരൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു എന്നുള്ള പറയാനുള്ള വ്യഗ്രതയിലാണ് ഈ വിലക്ക് വന്നത്. ഒരാഴ്ച ഞാൻ എങ്ങനെയാണ് അത് പിടിച്ചു നിന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഒരാളോടും പറഞ്ഞില്ല. ഒരു ദിവസം നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞപ്പോൾ അതിനില്ല. ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് പിന്നീട് ഇവിടെ KPG അനുസ്മരണത്തിന് വന്നപ്പോൾ മാഷ് വീട്ടിൽ വന്ന് താമസിക്കേണ്ടായി. കാലടി ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. കാരണം ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിന് തങ്ങളുടെ മതരാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്കും അധികാരലബ്ധിക്കും വേണ്ടി ഉപയോഗിക്കാനായിട്ട് രാജ്യത്തെ തൽപര കക്ഷികളുടെയും യാഥാസ്ഥിതിക വലിയ കുഴപ്പമില്ല, രാഷ്ട്രവാദികളുടെയും മത യാഥാസ്ഥികരും നമ്മൾ കുറ്റം പറയില്ല, മതരാഷ്ട്രവാദികളുടെയും ഒക്കെ തന്നെ അടവുകളും അവരുടെ തന്ത്രങ്ങളും ഒക്കെ വിജയിക്കുന്നത് പലപ്പോഴും ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു നമ്മുടെ രേഖപ്പെടുത്തുന്നതിൽ വെച്ച് പോയിട്ടുള്ള അബദ്ധങ്ങളാണ്. അവരുടെ ചരിത്രങ്ങളെ കുറിച്ച് അത് കൃത്യമാണ് പലപ്പോഴും. ബാങ്ക് പ്രസിഡന്റ് KA ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ആദ്യം രണ്ടുപേര് അവധി പറഞ്ഞത് ആശംസകൾ. ഒന്ന് ധർമ്മരാജ് അതാട്ട്, അദ്ദേഹം കൂടെ അടങ്ങിയ സമിതിയാണ് സാറിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ ശുപാർശ ചെയ്തത്. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വരണം. അദ്ദേഹം പേര് വെച്ചൊരു ലേഖനം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത അവിചാരിതമായി വന്നു ചേർന്ന ഒരു കാര്യം. അഡ്വക്കേറ്റ് MV പ്രദീപ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, TRV നമ്പൂതിരിപ്പാട്, ബേബി കാക്കശ്ശേരി, KP രജീഷ്, MT വർഗീസ്, സനീഷ് ശശി എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനമായും ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം പറയാൻ ഒരവസരം നമ്മൾക്ക് നമ്മുടെ പ്രദേശത്ത് ഒരുക്കിയത് ചാക്കോച്ചൻ അഭിനന്ദനം അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ തരത്തിൽ പറയാനുള്ളത്. നമ്മളെല്ലാവരും നടന്നു കഴിഞ്ഞു പോയ പാതകളെ മറക്കുക, നമ്മളാക്കിയതിൻ്റെ ആളുകളെ നമ്മൾ ഓർക്കാറില്ല. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമെല്ലാം മികച്ച സംഭാവന നൽകിയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കരസ്ഥമാക്കിയ ഡോക്ടർ SK വസന്തൻ സാറിനെ ആദരിക്കലും അതോടൊപ്പം തന്നെ കാലടിയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ പ്രവർത്തകനും കവിളിൽ പൂവനമുള്ളൊരു വേണു